ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റവുമായിട്ടാണ് മാഷ്മെല്ലോ. അപ്പോൾ ഇത് ആദ്യമേ പറയാം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഒന്നല്ല, കാരണം ഇതിൽ പഞ്ചസാരയും ജലാറ്റിനും മാത്രമാണ് ചേർക്കുന്നത്. അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ജലാറ്റിനാണ്. 3 പാക്കറ്റ് ജലാറ്റിൻ 10 ഗ്രാമിൻ്റെ 30 ഗ്രാം. അപ്പം അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് മെൽട്ടായി വന്നോളും. അപ്പോൾ അത് മെൽട്ടാകുന്ന സമയത്തിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചെറിയ കപ്പാണ്. 250 ml ആണെങ്കിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മെൽട്ടാകുന്ന സമയത്തിനിടയ്ക്ക് നമുക്ക് 1-2 കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പഞ്ചസാര മെൽട്ടായി കിട്ടും. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതേ അളവിൽ തന്നെ നമുക്ക് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ മാഷ്മെല്ലോ സെറ്റ് ചെയ്യാനുള്ള ട്രേ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വിരിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ ടേസ്റ്റും മണമൊന്നും ഇല്ലാത്ത ഓയിൽ തേച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിൽ തേച്ച് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ എടുക്കരുത്, അത് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച കോൺഫ്ലോർ ഷുഗർ മിക്സ് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഏകദേശം നല്ല കട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെൽട്ടായ ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. മിക്സ് ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് വലിയ പാൻ എടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം ഈ ജലാറ്റിൻ ഒഴിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ പുറത്തൊന്നും പോവാതെ ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഒരു നല്ല കട്ടിയുള്ള പാകത്തിനായി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. നൂൽപ്പരുവം ആകാൻ നിൽക്കരുത്, അതുപോലെ തന്നെ നല്ല ലൂസിലും എടുത്ത് ബീറ്റ് ചെയ്യരുത്, കാരണം രണ്ടും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, പെർഫെക്റ്റ് ആയി കിട്ടിയില്ല. അപ്പോൾ ഒരു കട്ടിയുള്ള പരുവത്തിൽ മാത്രമേ ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഇങ്ങനെ കോരി എടുത്താൽ നല്ല കട്ടിയിലാണെങ്കിൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക്, നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൗളിലേക്ക് നമുക്കിത് ആ ചൂടോടെ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളറായി വരും, അതുപോലെ തന്നെ നല്ല തിക്കായിരിക്കും. ഇവിടെ ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ ചേർക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ചേർക്കേണ്ട, ഈ വൈറ്റ് കളർ തന്നെ നമ്മുടെ മാഷ്മെല്ലോ റെഡിയാക്കാം. ഞാനിവിടെ ഒരു തുള്ളി പിങ്ക് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കളറ് എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിക്കി ആയിരിക്കും.
നമ്മുടെ സ്പാച്ചുലയിൽ കുറച്ച് ഇതുപോലെ നേരത്തെ പോലെ തന്നെ ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഈ പാത്രമൊക്കെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ആക്കാൻ ജസ്റ്റ് വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ അങ്ങ് അലിഞ്ഞു പോയിക്കോളും. നമുക്കിത് നമ്മുടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടി കുറച്ച് മറ്റേ ഷുഗർ കോൺഫ്ലോർ മിക്സർ ജസ്റ്റ് ഇതുപോലെ നമുക്കൊരു അരിപ്പയിലേക്ക് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 4 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം, അല്ലെങ്കിൽ ഒരു 8-10 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു കട്ടറോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് ആ ബട്ടർ പേപ്പറിന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, അതിൽ നിന്ന് ഈസി ആയിട്ട് വന്നോളും. അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന കത്തി അല്ലെങ്കിൽ കട്ടറോ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഫ്ലോറിൽ നിന്ന് കുറച്ച് ഒന്ന് മുക്കിയെടുക്കാം. കാരണം ഇത് അത്രയും നല്ല സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ കത്തിയൊക്കെ മുറിക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കും. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ജസ്റ്റ് സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കാണിച്ചു തരാം ഇത് എത്ര സോഫ്റ്റ് ആണെന്ന്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമായിരിക്കും, നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ പീസായി എടുത്ത് നേരത്തെ ഫ്ലോർ മിക്സിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാം. കാരണം ഇത് നല്ല സ്റ്റിക്കിയാണ്, കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിൽ അധികമുള്ള പൗഡറൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചോ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി വരാം. താങ്ക്